ശരിയെടുത്ത അയ്യപ്പന്റെ കഥ അറിയുമോ നിങ്ങൾക്ക്? തന്റെ ഭക്തനെ പിന്തുടർന്നു ചെന്ന ശനിയെ അയ്യപ്പൻ തടയുകയുണ്ടായി. എന്റെ ഭക്തരെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് അയ്യപ്പൻ ശനിയോട് ചോദിച്ചു. ശനി അതിന് മറുപടി പറഞ്ഞു, 7 ശനി കാലം വരുമ്പോൾ അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവർ അനുഭവിക്കും. അത് എൻ്റെ ധർമ്മമാണ്. അയ്യപ്പൻ ശനിയോട് പറഞ്ഞു, എൻ്റെ ഭക്തർക്ക് അത് ഞാനൊരു മണ്ഡലകാലമായി കൊടുക്കാം. ശനിയാകെ ആശങ്കയിലായി. എന്നിട്ട് എങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് അയ്യപ്പൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. എൻ്റെ ഭക്തർ ഒരു നേരം മാത്രം ആഹാരം കഴിക്കും. അവർ തറയിൽ കിടന്ന് ഉറങ്ങും. കടുത്ത ബ്രഹ്മചര്യ വ്രതമെടുക്കും. എന്നിട്ട് കാടും മലയും ഒക്കെ കടന്ന് എന്നെ വന്ന് ദർശിക്കും. അതുമാത്രമല്ല, നിനക്ക് ഇഷ്ടമുള്ള കറുത്ത വസ്ത്രമായിരിക്കും അവർ ധരിക്കുക. പാദരക്ഷകൾ ഒന്നും തന്നെ ഇല്ലാതെ അവർ കാടും മലയും താണ്ടി വരും. താടിമുടിയും അവർ വടിക്കില്ല. മറ്റുള്ളവരെ സുഖങ്ങളിലോ ദുഃഖങ്ങളിലോ പങ്കുചേരില്ല. അവർ എല്ലാവരാലും സ്വാമി എന്ന വിളി സ്വീകരിക്കും. അവർ രാവിലെയും വൈകിട്ടും തണുത്ത ജലത്തിൽ നീരാടും. ഇതൊക്കെയായിരുന്നു അയ്യപ്പൻ ചെയ്യാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഇത് കേട്ട ശനിയാവട്ടെ അയ്യപ്പന്റെ ഈ വാക്കുകൾ കൊണ്ട് തൃപ്തനാവുകയും അത് സമ്മതിക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണ് എല്ലാവരും ശബരിമലയിൽ പോകുമ്പോൾ കറുത്ത വസ്ത്രമിടുന്നതും ഒരു നേരം ആഹാരം കഴിക്കുന്നതും പാദരക്ഷകൾ ഉപയോഗിക്കാത്തതും എല്ലാം ഇതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഈ കാര്യം അറിയാമായിരുന്നോ? താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.